പൊന്നടാവേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നേരെ ഒത്തിരി പലതരം ഇവിടുത്ത് പോയി കേട്ടോ. അടുക്കള വന്നപ്പോഴത്തേക്കും അരിയൊക്കെ തിളച്ച് ഏകദേശം മറിഞ്ഞ് വെന്ത് ചോറാകാറായി. ഞാൻ വന്നപ്പോഴേക്കും ഇത്രയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് കട്ടക്കാപ്പി എതിരിച്ചു. ഞാൻ വേഗം തന്നെ പോയി നോക്കി. അത്ത ഇട്ടോ, ഓ ഗൈസ്, പ്രതീക്ഷിക്കാത്ത ഭാര്യയും കുട്ടികളും കൂടി അത്തമൊക്കെ ഇട്ട് നിറവിളക്ക് കത്തിച്ച് അവർ ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തു. അപ്പോൾ രാവിലെ കൊച്ചവൻ എഴുന്നേറ്റപ്പോഴേക്കും ഭയങ്കര മോശമായിട്ടാണ്. പിന്നെ തിരിച്ച് അടുക്കളയൊക്കെ ചുമ്മാ നോട്ടം നോക്കിയപ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കറിക്കുള്ള എല്ലാം ഏകദേശമൊക്കെ വെട്ടിയരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ചോറൊക്കെ ഏകദേശം എല്ലാം റെഡിയായെന്നുള്ള കാര്യമൊക്കെ ആയി. ഇപ്പം നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് വേണ്ടിയുള്ള തിടുക്കത്തിലായി. ഇനിയിപ്പം നമുക്ക് അത്തത്തിനൊന്ന് വലിപ്പം കൂട്ടണം. പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് വിളക്കിന് മുന്നേ ഒന്ന് വണങ്ങണം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. എങ്കിലും നമ്മളുണ്ടെന്നൊന്ന് അറിയിപ്പിക്കണമല്ലോ. അതിനു വേണ്ടിയുള്ള വേഗത്തിലുള്ള ധൃതിയിലുള്ള പരിപാടിയായി. കാർമേഘമൊക്കെ വീണ്ടും ഇരുണ്ട് മൂടി മഴക്കോളും ഒക്കെ ആയി. വേഗം വേഗം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണസദ്യ കഴിക്കണ്ടേ? കഴിച്ചണം. എടാ നീ കുളിച്ചില്ലേ? പിന്നെ ഇവനെ ഞാൻ വിളിച്ചാടി കുഞ്ഞാച്ചി. പെട്ടെന്നാട്ടെ നമുക്ക് വലിപ്പം കൂട്ടിയിട്ട് വേണം. അത്തം വലുതാക്കണം. മുറ്റം മൊത്തത്തിൽ ഞാൻ അത്ര ഇട്ടതേ ഉള്ളായിരുന്നു. ഞാനേ അത്ര ഇട്ടേ പൂവില്ലാത്തോണ്ട് ഞങ്ങൾ രണ്ടില അരിഞ്ഞുള്ളൂ. ഇലീഷ എത്ര? ഒരു പച്ചല പിന്നെ ഒരു ചുമപ്പ്. നിങ്ങൾ കണ്ട കാടെല്ലാം പിന്നെ ഇപ്പഴാ പൂ പറിക്കാൻ പോയത്. ഇവൻ മൊത്തം ഇതുകൊണ്ടു ഇവരെല്ലാം ഏതാ നടത്തിക്കളയോ ഒടിഞ്ഞു പോകുന്ന എല്ലാം എടുത്ത് കളയോ കേട്ടോ. മഴയാ ഓണം മൊത്തം നല്ല മഴ. നോക്ക്, ഓണം മൊത്തം വെള്ളത്തിലായി. സൂര്യനൊക്കെ ലീവ് എടുത്തുന്നു. രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ജോലിക്ക് വന്നേ പുള്ളി മടിച്ച് തിരിച്ചു പോയി. അല്ല, 2 ദിവസത്തേക്ക് സൂര്യൻ നമുക്ക് തന്നടേ. വെട്ടോ വിളിച്ചത്. ഇനി പുള്ളി റെസ്റ്റ് എടുക്കണ്ടേ? പുള്ളിക്ക് റെസ്റ്റാ. പുള്ളിക്ക് തണുക്കണ്ടായ. എന്റെ പൊന്നു രാമ, ഒന്ന് വേഗം ഒന്ന് പറിച്ച് താടെ. കുഞ്ഞാട്ടി ചാച്ചനോ? ഉറക്കം പിടിച്ചേതാ സംസാരിക്കുന്നത്. തിരുവോണത്തിൻ്റെ പരങ്ങന്റെ കല്യാണമാണ്. ഓ, പരങ്ങന്റെ നാളുണ്ട്. പെട്ടെന്ന് ചെയ്തു. വയസ്സ് അങ്ങനെ നമ്മൾ ഇത്രയും വലുപ്പത്തിലാക്കി. ഇത്രയും വലുപ്പത്തിൽ നമ്മളിട്ട്. കൂടെ സഹായത്തിന് ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രമായിരുന്നു പക്ക നമ്മുടെ കൂടെ നിന്നേ. രാമൻ എന്നാൽ കുറച്ച് നേരമൊക്കെ നിന്ന് ചെയ്തിട്ട് അവൻ എസ്കേപ്പായി. വെറുതെയാണ് നമുക്കും പണി കിട്ടി. അവസാനം ഈ പണിയെല്ലാം ചെയ്യേണ്ടി വരും. അച്ചാച്ചിക്ക് നല്ല പണി കിട്ടി അല്ലേ? കുഞ്ഞുങ്ങൾക്ക് വെള്ളം. ഒരാൾ വിഷയം ഉണ്ടാക്കുന്നു കേട്ടോ. വേഗം വെള്ളം കൊണ്ട് കൊടുക്കുക. ഇനി എന്തെങ്കിലും വേണോ കൊച്ചേട്ടാ? രാമ, നമുക്ക് വിളക്ക് എത്തിക്കാൻ പോയാലോ? പിണ്ടി വിളക്ക് എത്തിക്കാം. ബാക്കി തിരി എടുത്തോ?
എന്തി തിരി എന്തി വിളക്കണ എന്തി ചേച്ചിയെ വിളിച്ച് ലാമ്പ് എന്തിയേ നമുക്കാണെങ്കിൽ അത് തിരിയിട്ട് വെക്കാം തിരി എണ്ണ ഒഴിച്ച് വെക്കാം വിളക്കെണ്ണയും തിരി എടുത്തോണ്ട് വെക്കും മോനെ കൊണ്ടുപോക്ക് എന്നിട്ട് ലാമ്പ് എടുത്തോണ്ട് വാ വേഗം പറഞ്ഞേ ഓ ആടിത്തുള്ളി പോകുന്ന കണ്ടില്ലേ രാമ ഒന്നര ഡാൻസ് കളിച്ചേടാ ഒന്നര ഡാൻസ് കളിച്ച് വന്നേ അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് മൂന്തികളൊക്കെ കത്തിച്ച് ഓ അവിടെ ഭയങ്കര വഴക്ക അവിടെ ഞാൻ വെക്കട്ടെ നീ വെക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എവിടെയെങ്കിലും അങ്ങ് വെക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചോ എന്തുവാടെ മതി രാമ കത്തി അതവിടെ കുത്തി വെക്ക് എൻ്റെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഓണാഘോഷ പരിപാടി ഇന്ന് ഇവിടെ കൊണ്ട് നമ്മൾ തീർക്കുക അപ്പം ബാക്കി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത്താഴത്തിനുണ്ടാകും ഉണ്ടാക്കണം അല്ലേ നമുക്ക് ഉദ്ദേശിക്കാത്തതിനോട് കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ രാമന് ക്ഷേത്രമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്കാണെങ്കിൽ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് ഇനി അത്താഴമൊക്കെ ഉണ്ടാക്കണം രാവിലത്തെ എല്ലാം എല്ലാം കഴിഞ്ഞ് ഇനി വൈകിട്ടത്തേക്ക് മാത്രം ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ചോദിക്കും ഇതാരാണ് ഇതാണ് എൻ്റെ വൈഫ് ഇതിൻ്റെ മൂത്ത മോള് ക്ഷേത്ര പിന്നാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇതാണ് ഞങ്ങളുടെ കുട്ടിരാമൻ അപ്പം ഇതാണ് എൻ്റെ ഫാമിലി അപ്പം ഇനി നമ്മൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ